ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ഫോണുകൾ റിട്ടേൺ വന്നിട്ടുണ്ട്. നമ്മൾ സെയിൽ ചെയ്ത് കൊടുത്തതാണ്. മോഡൽ C53, റിയൽമി C53. പോക്കോ ഉണ്ട്, അത് വേറെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് രണ്ടും സെയിം കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു സെയിം കംപ്ലൈൻറ്റ് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ ഒരു ഫോണിന് മാത്രം വന്ന കംപ്ലൈൻ്റ് ആണെന്നാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലായത് ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ പണിയായേക്കാണ്. ഇത് രണ്ടും ഒരു ദിവസത്തേക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു, സെയിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊടുത്ത് കസ്റ്റമർ കൊണ്ടുപോയി. അപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം അപ്പോഴേക്ക് ഈ ലൈൻ വന്നു, ഫുള്ള് ലൈനായി. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞിരിക്കുകയാണ്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ശരിക്കും താഴെ വീഴുമ്പോൾ പറ്റണ പോലത്തെ ഒരു ഡാമേജാണ് LCDക്ക് വന്നേണത്. പക്ഷെ താഴെ വീണിട്ടില്ല, പക്കായിട്ട് ഒരു കുഴപ്പം വരാത്ത ഫോണാണ്. തന്നെ ലൈൻ വന്നു. അപ്പം അതുപോലെ തന്നെ ഈ ഒരു മോഡൽ, ഇതും ആ സെയിം മോഡൽ തന്നെയാണ്, കളർ ചേഞ്ച് ആണെന്നുള്ളൂ. ഇതിൻ്റെ ടച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അത്യാവശ്യം ഒരു ദിവസം ഉപയോഗിച്ചു. പിറ്റേ ദിവസം രാവിലെ തൊട്ടാണ് ഈ പ്രശ്നം വന്നത്. ഈ സൈഡിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ കുറേ ലൈനുകൾ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലായത്. കാരണം നമ്മളിപ്പോൾ അടുത്തുള്ള ഓരോ ഷോപ്പുകളൊക്കെ വെച്ചപ്പോൾ നമുക്ക് ടോട്ടൽ കണക്ക് 16 ഫോണുകളാണ് റിട്ടേൺ വന്നിരിക്കുന്നത്. ഈ സെയിം കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ ഇഷ്യൂ ആയിട്ട് 16 ഫോണുകൾ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ മാക്സിമം എല്ലാവരും ഒഴിവാക്കുക. കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ക്യാമറ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലും ഡിസൈനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പെട്ടുപോകും. ഇപ്പോൾ എടുത്തവർക്കൊന്നും ഈ പ്രശ്നം വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർവീസ് സെൻ്ററിൽ കാണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടച്ച് നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഇത്രയും വില കൊടുത്ത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 9 രൂപ 9 സംതിങ് 10-നടുത്ത് 10 രൂപയൊക്കെ റേഞ്ചുള്ളൊരു ഫോണാണ്. ഒരു 4128 റാമൊക്കെ വരുമ്പോൾ അത്ര റേറ്റ് വരും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും പുതിയ ഫോൺ, ഒരു ദിവസത്തേക്ക് കൂടുതൽ ഉപയോഗിക്കാത്തൊരു ഫോൺ. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു മോഡൽ ഒഴിവാക്കുക. വേറെ ഏതെങ്കിലും മോഡലിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. വേറെ മോഡലിലൊന്നും ഈ ഒരു ഇഷ്യൂ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ ചാനലിലിടും. ഇതിപ്പോൾ നമ്മൾ തന്നെ ഇതൊരു ഏകദേശം ഒരു 9 യൂണിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. 3 റിട്ടേൺ വന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.